സ്റ്റൈല് അല്ലേ? പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഇട്ടത് കാരണം നമ്മൾ എല്ലാ ആക്ടേഴ്സിന്റെയും മൂവീസ് ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്യണമെന്നുണ്ട്. അതായത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയാണ് ഓരോ ആക്ടേഴ്സിന്റെയും. അതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു ആക്ടർ ഉണ്ട് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിലെ സ്വന്തം തല അജിത് സാറിന്റെ. കാരണം അദ്ദേഹത്തിന്റെ മൂവീസ് നമ്മൾ പല പോൾസിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും എന്താ പറയാ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പടവും നമ്മൾ ചെയ്യാൻ പോണില്ല. പക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ വന്നിട്ട് നമുക്ക് കുറെ മൂവീസ് സജഷൻ വരാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാണാത്ത മൂവിയും നമ്മൾക്ക് എന്താ പറയുക കാര്യമായിട്ട് അറിയില്ല ഈ സംഭവത്തിനെ പറ്റിയിട്ട്. പക്ഷെ സ്റ്റിൽ നന്നായിട്ട് ആളുകളെ സ്വീകരിച്ച മൂവീസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5 മൂവീസ് ഇട്ടതിന്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പോൾ കിട്ടിയിരുന്നത് നമ്മുടെ മങ്കാത എന്ന മൂവിയാണ്. 2011 ഇറങ്ങിയ വെങ്കട് പ്രഭു പടം. ആൻഡ് ഈ മൂവിന്റെ അകത്ത് നമ്മളെ തല അജിത്ത് മാത്രമല്ല, അർജുൻ സർജ മെയിൻ അദ്ദേഹം ഉണ്ട്. അത് കൂടാണ്ട് വലിയൊരു സ്റ്റാർ കാസ്റ്റ് പേരൊന്നും വായിക്കാൻ പറ്റില്ല. കുറെ ആളുകളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 3 പേരുടെ പേരാണ് തല അജിത്ത്, ആക്ഷൻ കിങ് അർജുൻ, പിന്നെ നമ്മളുടെ തൃഷ. അതുകൂടാണ്ട് നമുക്ക് അറിയുന്ന അഞ്ജലി, ആൻഡ്രിയ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ യുവാൻ ശങ്കർ രാജയുടെ മ്യൂസിക് ആണ്. ആ സമയത്തില്ലേ ആ 2011 കാലഘട്ടത്തിൽ നമ്മൾ ഞാൻ ആ പടം കണ്ടില്ലെങ്കിലും ആ BGM ഭയങ്കര BGM ആണ്. ആ ഒരു സോങ്, അതിന്റെ BGM ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാരും റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് തല അജിത്തിന്റെ 50ാമത്തെ ചിത്രം കൂടിയാണ്. അങ്ങനത്തെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ആക്ഷൻ ക്രൈം ജോണറിൽ വരുന്ന ഒരു പടം കൂടിയാണ്. ആ സമയത്ത് നമ്മൾ വായിച്ചിരുന്ന അറിയാം. ആ സമയത്ത് 2011 സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പണിംഗ് ഓൾ ടൈം ആയിരുന്നു. അതായത് എന്തിനു ശേഷം ഒരു തമിഴ് ഫിലിം കളക്ട് ചെയ്തത് ഏകദേശം ഒരു 70+100 കോടി എടുത്തിട്ട് ഏകദേശം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പടം. അപ്പൊ എന്തായാലും ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു കഥ പറയാനുള്ളത്. ഈ മൂവി യൂഷ്വലി നമുക്ക് അറിയാലോ, നമ്മുടെ വീട്ടിലൊന്നും സമ്മതിക്കുന്നില്ല പടം കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് അന്യഭാഷ പടങ്ങള്. അപ്പൊ ഇങ്ങനെ ഒരു സാറ്റർഡേ ദിവസം ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ TV വെച്ച സമയത്താണ് ഈ പടം വന്നത്. പക്ഷെ പടം കണ്ടത് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അയ്യോണം ആ സമയത്തെ വൈബായിട്ട് അങ്ങോട്ട് കണക്ട് ആയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. കുറച്ച് കണ്ടിട്ട് എന്താ സംഭവിച്ചറിയോ, കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് അറിയില്ല എന്താണ്. ആ പാട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നീട് ഓക്കെ ചിലപ്പോ എന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് ആ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് കളഞ്ഞു. അതാണ് സത്യമായിട്ട് പറയുന്നത്, അങ്ങനെയാ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തേക്ക് ഏകദേശം ഒരു ഭാഗം അടുപ്പിച്ച് ഞാൻ പടം കണ്ടിട്ടുണ്ടാകും TV-ല്. ദെൻ ഞാനത് മാറ്റി. എന്ന് വെച്ചാല് ആ ജോണർ സംഭവങ്ങളൊന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പടം കാണാൻ പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത. എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് തമിഴ് മൂവീസ് തന്നെ കാണുന്ന കുറവാണ്. കാണുന്നതിന്റെ അകത്ത് കുറച്ച് മാത്രമേ നമുക്ക് അന്നേരം കൂടുതൽ അറിയുന്നത് നമ്മുടെ വിജയണ്ണനും സൂര്യണ്ണനും കൂടുതൽ തമിഴിൽ, പിന്നെ രജനിയണ്ണൻ, കമലഹാസൻ അല്ല അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവര് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് വലിയൊരു അറിവുണ്ടാവില്ല. ആൻഡ് അജിത് സാറിന്റെ പടങ്ങൾ തന്നെ ഞാൻ കണ്ടു തുടങ്ങിയ കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ പടം അങ്ങനെ മിസ്സായിപ്പോയി. പക്ഷെ കുറെ കേട്ടിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച്. 2011 ഇറങ്ങിയ പടമാണ്. അപ്പൊ എത്ര വർഷമായി? 13 വർഷത്തിന് ശേഷമാണ് കാണാൻ പോകുന്നത്. അക്കാലത്ത് ഇപ്പോഴത്തെ കാണുമ്പോൾ എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട് സത്യമായിട്ട്. എന്തായിരിക്കും ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് ഞാൻ ഓഫ് ആക്കി പോകാൻ കാരണം എന്നുള്ളത് നോക്കണം. എന്തായാലും ആ ഒരു ഇൻട്രോ സീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് മൂവി റിയാക്ഷൻ മങ്കാത്ത തുടങ്ങിയാലോ? റെഡിയല്ലേ? യെസ്. വെങ്കട് പ്രഭു ഗെയിം. വെങ്കട് പ്രഭു പടവും ഹീറോ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ ഇപ്പൊ തന്നെ വരാൻ പോകുന്നു. കളവ് 16 ഇതെവിടെ അരവിന്ദല്ലേ അല്ലേ? മനസ്സിൽ വെങ്കട് പ്രഭു പടത്തിൽ ഉണ്ടാകുന്ന ഡയറക്റ്റ് ഷൂട്ടിംഗ് ആണല്ലോ. ഫസ്റ്റ് തന്നെ ഇൻട്രോ ആണ്. സ്റ്റൈല് അല്ലേ? പോലീസായിട്ടാണോ? ഫ്രീ മൊത്തം കാണിച്ചു ആളുടെ ലുക്ക്. நல்லா இருக்கு. தப்பு செய்யறதும் சேர்ந்து செஞ்சிருப்பீங்க. ஆனா தண்டனை மட்டும் தனியா இருக்கா.
ഓ മറ്റേ പിടിച്ചടിക്കുന്ന എല്ലാരും പിടിച്ചടിക്കുന്നുണ്ട്. തപ്പ് ചെയ്തവരെ എല്ലാരും പിടിച്ചടിക്കണം മറ്റേതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ മാത്രം മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന അല്ലേ? ഫസ്റ്റ് തന്നെ ഭയങ്കര കമേഴ്ഷ്യൽ എലമെന്റിലെ തുടങ്ങിയത് അല്ലേ? ബീജം വന്നിട്ട് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് തല്ലുമാത്തല്ല, ഫസ്റ്റ് സീൻ തന്നെ കാണിക്കും ചെയ്തില്ലേ? ആ കൽപ്പില്ല, അങ്ങനെ കാണിക്കില്ലല്ലോ. തുടക്കം തന്നെ കാണിച്ചു. ഇനി അരവിന്ദ് നല്ല റോൾ ഉണ്ടോ? അരവിന്ദല്ലേ പേര്? ആ ബീജിയം തല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് അതും സ്റ്റൈല്. ആള് ഗ്ലാസ് രക്ഷയില്ലാടാ വെച്ചിട്ട് വരുമ്പോ. എനിക്കൊന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ഉണ്ടാവും കേട്ടോ അല്ലേ? നല്ല ഫ്രെയിംസ് ഒക്കെ. അമ്പതാമത്തെ സ്പെഷ്യൽ പടായതുകൊണ്ട് അതാണ് ഫസ്റ്റ് തന്നെ കാണിച്ചെന്ന് കണ്ടിട്ടുണ്ടാവില്ല. വിശ്വാസം അല്ല 50 മങ്കാത്ത ആയിരിക്കില്ലേ? നോ റൂൾസ്. ഗാംബ്ലിംഗ് നാട്ടാ പേര് മങ്കാത്തയുടെ ടൈറ്റില്. പക്ഷെ കാണിക്കുന്നുണ്ടല്ലോ വിഷ്വൽസ് ഒക്കെ എന്തൊക്കെയോ അല്ലേ? എല്ലാ മണീസും കറൻസീസും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയുന്നുണ്ടോ? இன்னைக்கு காவல்துறைக்கு ரொம்ப துயரமான நாள். ஆன்டி கரப்ஷன் கண்ட்ரோல் பிரான்ச் அசிஸ்டன்ட் கமிஷனர் மிஸ்டர் கமல் ஏகாம்பரம் such a sincere officer and a hard worker. காலையில ஒரு 9:45 மணி போல அவருடைய ஆபீஸ் ரூம்ல தற்கொலை பண்ணிட்டார். சரி എല്ലാ കറൻസീസ് ആണല്ലോ അല്ലേ? എന്തെങ്കിലും നല്ല തീം ഉണ്ടാവും ഷുവറാണ്. അല്ലാണ്ട് ഇത്ര ഹിറ്റ് ആവില്ലല്ലോ. ഗാംബ്ലിംഗിന്റെ സംഭവങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. சூதாட்டம் உதவி ஆய்வாளர் திரு கமல் ஏகாம்பரம் தற்கொலை செய்து கொண்டுள்ளார். கடந்த சில ஆண்டுகளாகவே கிரிக்கெட் சூதாட்டத்தில் தொடர்பில் இருப்பது தெரிய வந்துள்ளது. தற்போது நடைபெறும் IPL கிரிக்கெட் போட்டியில் கமல் ஏகாம்பரம் ஒரு அசிஸ்டன்ட் கமிஷனரே முக்கிய பிரச்சனைனால தற்கொலை பண்ணிட்டு இருந்திருக்காருன்னா சாதாரண மக்கள், பிசினஸ்மேன், ஆபீசர் இன்னும் எத்தனை பேர் இதனால பாதிக்கப்பட்டிருப்பாங்களோ, இன்னும் எத்தனை தற்கொலைகள் நடக்குமோ, இதை தடுக்க மத்திய அரசு என்ன நடவடிக்கை எடுக்க போகுதுங்கிறத பொறுத்து பார்க்கணும். Cricket betting and gambling has become more legal than anything. But we all have forgotten it is illegal in India. We are taking strict actions against this betting. It will soon be eradicated from India. ഇല്ലീഗൽ ആക്കാൻ പോവാണോ? சூதாட்டத்தை ஒழிக்க நம் அரசாங்கம் ஒரு தனிப்படையை நியமித்திருக்கிறது. அந்த படையின் தலைவர் யார் என்பதையும் அவர்களுடைய இந்த பெட்டிங் அழிக்கும் யுக்தி எப்படி இருக்கும் என்பதையும் பொறுத்திருந்து பார்ப்போம். പക്ഷെ എന്താന്നുള്ളത് മര്യാദക്ക് കാണിച്ചില്ല. അതിന് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കും. ഓ ഫസ്റ്റ് തന്നെ സോങ് ആണ്, മറ്റേ സോങ് അതൊക്കെ തന്നെ പിന്നെ ചെയ്യാം.
ഈ സോങ് എന്തായാലും സജഷൻ ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. എന്ത് പടം എന്നെ കണ്ടത് എനിക്കത് ഒരു ഒന്നും ഓർമ്മ വരുന്നില്ല. അത് സത്യമായിട്ടും ഫുള്ള് കാണാത്തോണ്ടായിരിക്കും ചിലപ്പോ. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുണ്ടോ? എന്നിലെ പ്രേക്ഷക ആ സമയത്ത് ഒരു കൂതറായിരുന്നു. അതായത് എന്താ പറയാ, ഞാൻ ചെറുതായിരിക്കും അതായിരിക്കും. അതായത് എനിക്ക് എന്റെ മൂടനുസരിച്ച് ഞാൻ പടം കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആകാറും അല്ലെങ്കിൽ കാണില്ല. അങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ആസ്വാദന രീതി. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ പ്രേക്ഷക ആ സമയത്ത് ചെറുതായിരിക്കും. കാരണം വീട്ടുകാരറിയാതെ അതെല്ലാം സംബന്ധിച്ച് ആകെ കിട്ടുന്ന ദിവസം ശനിയാഴ്ചയാണ്. അതും വീട്ടുകാരറിയാതെ അന്യഭാഷ പടങ്ങൾ കാണുന്നത് എന്താ പറയാ സംഭവം. പെട്ടെന്ന് ആരെങ്കിലും വരും. എന്റെ വീട്ടിൽ അന്യഭാഷ പടങ്ങൾ സമ്മതിക്കായിരുന്നില്ല കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഒളിച്ചും പാത്തിരുന്നിട്ടാണ് ഈ പടങ്ങളൊക്കെ കാണുന്നത്. അതും ആരെങ്കിലും വരുന്നുണ്ട് വാലക്കടച്ചിട്ടാ കാണുന്നത് ശരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു സ്ലോ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതൊന്നും കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത് എനിക്കറിയില്ല. അതായിരിക്കും ചിലപ്പോ. എന്താണ് ഇതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അറിയോ കണ്ടിട്ട് നമുക്ക് ചെറിയൊരു 11 വർഷം എന്ന് പറയുമ്പോൾ ഇച്ചിരിയെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. 13 വർഷം ഇച്ചിരിയെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതൊന്നുമില്ല. സോ സംഭവത്തെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചു. അധികം മറ്റേ സംഭവങ്ങളൊന്നും എന്താ പറയാ വലിയ മറ്റേ സംഭവങ്ങളൊന്നും തരലെന്നില്ല. വേറെ ആരും ബിൽഡപ്പ് കൊടുത്തിട്ടില്ല. വേറെ ബിൽഡപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് വന്നിട്ടാണ് ഏകദേശം സ്വന്തമായിട്ട് ഡയലോഗ് അധികം പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യുന്നില്ല. മൊത്തത്തിൽ അങ്ങനെ ഒരു പക്ഷേ സ്റ്റൈലിഷ് എൻട്രി എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം നമ്മളെ ഈ എൻട്രി ആണെന്ന സമയത്ത് ഇതിന്റെ ഒരു ഇത് ഫോർമാറ്റിലാവുന്നത് നമ്മളെ ജയസൂര്യന്റെ ഒരു പടമില്ലേ ജയേട്ടന്റെ ഏതായിരുന്നു പോലീസിന്റെ ദാവൂദ്. അതിന്റെ അകത്ത് ഇതുപോലെ കാറിലേക്ക് ഇങ്ങനെ വീഴുന്നൊരു സീനൊക്കെ ഇല്ലേ, ഇൻസ്പെക്ടർ ദാവൂദ് അല്ലേ, ഇടി അതിന്റെ അകത്ത് ഇതുപോലെ ഒരു ഷോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ അകത്ത് എടുത്തായിരിക്കും സംഭവം. ആ ഒരു ഇങ്ങനെ പോലീസ് ജീപ്പായിട്ട് വരുന്നത്. ശരിക്കും എന്റെ ആ ഒരു റീല് കാണിച്ചില്ലേ 50 years റീല് കാണിച്ചത് ശരിക്കും അജിത് സാറിന്റെ പഴയ ലുക്കിലുള്ള ഒരു പടം കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ പഴയ ലുക്കിലുള്ള കുറെ സംഭവങ്ങള് കുഞ്ഞു പിക്കായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹം വലുതായതിനു ശേഷമുള്ള പടങ്ങളാണ് ഞാൻ വിശ്വാസമാണ് ഫസ്റ്റ് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു തുനിവിന്റെ അവിടെ ഫുള്ള് ചെയ്തിട്ടില്ല ആ സംഭവം. അതിനുശേഷം കാണുന്ന മൂവിയാണ് ഇത്. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പഴയ കാലഘട്ടത്തിൽ എന്താ പറയാ ഒരു ചോക്ലേറ്റ് പരിവേഷം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ത്രില്ലർ ആക്ഷൻ സംഭവങ്ങളൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടെടുക്കുന്ന വെച്ചാല് എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടായത് അറിയാം. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് ആരംഭം മൂവി ആയിരുന്നു തോന്നുന്നു. ആര്യയൊക്കെ ഉണ്ടായിരുന്ന ഒരു മൂവിയാണ്. ആ മൂവി കണ്ട സമയത്ത് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് അദ്ദേഹം ഗ്ലാസ് വെക്കുമ്പോഴാണ്. ഈ കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, ഓരോ സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൈയടി കിട്ടും. അതെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ. ഇതിന്റെ അകത്തും കണ്ടില്ലേ ഫസ്റ്റ് തന്നെ ആ ഗ്ലാസ്സിലെ വരുകയും ചെയ്യുന്നത്. ഗ്ലാസ് വരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഹെയർ പറക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടാണെങ്കിലും. പക്ഷെ ആളെ കാണിച്ചിരിക്കുന്ന മറ്റേതാണ് നോ റൂൾസ്, സ്ട്രിക്ട്ലി നോ റൂൾസ് എന്ന് പറയാം. അതേ സംഭവം തന്നെ കാണിച്ചിരിക്കുന്നത്. അതായത് എന്താ പറയാ ആരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. അതായത് ആരാണ് ഇദ്ദേഹം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് പോലീസിനെ തന്നെ ചുടുന്നു. അതായത് പോലീസിൽ തന്നെ ആരെങ്കിലും ചുടുന്നു. അതായത് എന്താ പറയാ പോലീസിൽ തന്നെ ആരെങ്കിലും മറ്റേ ടൈപ്പ് ആളുകളുണ്ട് എന്താ പറയാ അങ്ങനെ ആളുകൾക്ക് എന്ന് വെച്ചാൽ കുറ്റം അത് നമ്മൾ പറയില്ല ശിക്ഷ എല്ലാവർക്കും ബാധകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പോലീസുകാരാണ് തോന്നുന്നു. അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാണിച്ച സാധനം അതല്ലേ മറ്റേ മെയിൻ ആയിട്ട് ആ ഒരു തീം കാണിച്ചതാണ് ഗാംബ്ലിംഗ് സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് അത് ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ ഇല്ലീഗൽ ആണ് തോന്നുന്നത്. ഗാംബ്ലിങ്ങിനെതിരെ അവരെയൊക്കെ എന്താ പറയാ മാഫിയനെ തകർക്കാൻ വരുന്ന ആളായിരിക്കും ഇദ്ദേഹം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് അങ്ങനെ മനസ്സിലായെന്ന് പറയാം. എനിക്ക് മനസ്സിലായത് രക്ഷയില്ലാടാ യുവൻ ശങ്കർ രാജ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടക്കിടക്കിടക്ക് ആ സാധനം കേറിയിട്ടുണ്ട്. രക്ഷയില്ല. അടുത്ത സീനിൽ കാണാം. അടുത്ത ഒരു സോങ് ആണ്. അടുത്ത സോങ്ങിൽ കാണാം.